എൻ്റെ ഒരു ബാച്ച്മേറ്റ് അച്ഛനുണ്ട്. ഞങ്ങൾ സെമിനാറിൽ ഒരുമിച്ച് ചേർന്നവരാണ്. അന്നോട്ടുള്ള സൗഹൃദമാണ്. ചിന്ത കൊണ്ടും ഭാഷ കൊണ്ടുമൊക്കെ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കുന്നൊരു സുഹൃത്താണ്. അവനെന്നോട് വളരെ തുറന്ന് സംസാരിക്കാറുണ്ട്. പലപ്പോഴും പറയും, എടാ, ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. മറ്റൊരു വാക്കിൽ, എടാ, നീ പ്രസംഗം നിർത്തുന്ന എന്നോട് തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് കിട്ടു. അവനിങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും വഴിയിലൊരു പട്ടിക്കുഞ്ഞും മുറിവേറ്റ് കിടക്കുന്നുണ്ട്, ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നുണ്ട്. അവൻ അതിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മുറിവൊക്കെ വെച്ച് കെട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഞാൻ അവനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തും, എൻ്റെ ചൂട് മാറും, അവൻ നാളെ സുഖപ്പെടും. ഇത് ഗോസ്പലിൽ ഈശോയുടെ മാനിഫെസ്റ്റോ ആണ് കാണുന്നത്. ഈശോയുടെ മാനിഫെസ്റ്റോ പലരും പൊളിറ്റിക്കൽ നിറം നൽകി ഉപയോഗിച്ചിട്ടുണ്ട്. പലരും അതിനെ പ്രാവർത്തികമാക്കാൻ ആയുധമെടുത്ത് പോരാടിയിട്ടുണ്ട്, രക്തപ്പുഴ ഒഴുക്കിയിട്ടുണ്ട്. പക്ഷേ ഈശോ എന്താ ചെയ്തേ? ഈശോ ഡിഫെൻഡ് ചെയ്യാൻ ആരുമില്ലാത്തൊരു ഡിഫെൻഡ് ചെയ്തെന്നുള്ളതാണ്. പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അനീതി കൊണ്ടുമൊക്കെ മുറിവേറ്റ് കിടന്ന മനുഷ്യരെ മുറിവ് വെച്ച് കെട്ടി തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി, ചൂട് പകർന്നു, സുഖപ്പെടുത്തി. ഈശോ പ്രസംഗിച്ചില്ല.